മായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ കൃപയാൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആദ്യമേ തന്നെ എന്നെ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത ആന്റിയോടും കുടുംബത്തിനോടുമുള്ള നന്ദി ഞാൻ സ്നേഹത്തിൽ അറിയിക്കുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമില് ടെസ്റ്റിമണി പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോ ഒരു പ്രാവശ്യം ഞാന് ഇതിനകത്തേക്ക് ആന്റീനെ വേറൊരു ആന്റി പറഞ്ഞിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നില്ല. പക്ഷെ അന്നേരം കർത്താവ് എന്നോട് സംസാരിച്ചു. കറക്റ്റ് ആയിട്ട് നിനക്ക് ഞാനൊരു ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈമില് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അവസരങ്ങൾ ഒരുക്കി തരും. പിന്നെ ദൈവം എന്നോട് സംസാരിച്ച കാര്യം, ഒരിക്കലും നീ അവസരങ്ങളെ തേടി പോകണ്ട, അവസരങ്ങൾ നിന്നെ തേടി വരുമെന്ന്. കാരണം അഭിഷേകമുള്ള ഒരു വ്യക്തിയുടെ ഒരു ക്വാളിറ്റിയാണ്, ഒരിക്കലും അവൻ അവസരങ്ങളെ തേടി പോകേണ്ട ആവശ്യമില്ല, അവനെ അവസരങ്ങൾ തേടി വരുമെന്ന്. ഹല്ലേലൂയ. അപ്പോ വേഗത്തിൽ ഞാന് എന്റെ ടെസ്റ്റ് മണിയിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പം മോള് പറഞ്ഞതുപോലെ തന്നെ എന്റെ പേര് റീബ മേരി ജോൺ. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള കരൂർ എന്ന ദേശത്ത് കർത്താവിന്റെ കൃപയാലായിരിക്കുന്നു. എന്റെ ഭവനത്തില് മമ്മി, ബ്രദറ്, ഞങ്ങൾ മൂന്നുപേരടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ്. എന്റെ പപ്പായും പിന്നെ എനിക്കൊരു ബ്രദറും കൂടി ഉണ്ടായിരുന്നു. അവരിന്ന് ഈ ലോകത്തിലില്ല. അവരിന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ട് ഇപ്പോ 18 വർഷം തികയുന്നു. എന്റെ പപ്പ മാറ്റപ്പെട്ടിട്ട് 18 വർഷം, എന്റെ ബ്രദർ മാറ്റപ്പെട്ടിട്ട് 7 വർഷം തികയുന്നു. പിന്നെ ഞങ്ങൾ മൂന്നുപേരടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ്. കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ സന്തോഷത്താൽ പോകുന്നു. പിന്നെ ഞാന് ഇവിടെ മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള കർത്താവിന്റെ കൃപയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയിൽ കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുന്നു. മൂവാറ്റുപുഴയുള്ള ലയൺ ഓഫ് ജൂദ മിനിസ്ട്രിയില് കർത്താവിന്റെ കൃപയാൽ ഞാൻ അവിടെ അംഗത്വം സ്വീകരിച്ചു നിൽക്കുന്നു. ഇതൊക്കെയാണ് എന്നെ പറ്റിയുള്ള ഒരു ഇത്. ഇനി ഞാൻ വേഗത്തിൽ എന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്റെ ചെറുപ്പകാലം എന്നൊക്കെ പറയുവാണെങ്കിൽ അങ്ങനെ ഓർമ്മിക്കാനായിട്ട് അങ്ങനെ നല്ല അനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്റെ പപ്പയുടെ വീടെന്ന് പറയുമ്പോൾ പോത്താനിക്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു എന്റെ പപ്പേന്റെ വീട്. അപ്പൊ അവിടെ ഞങ്ങൾക്ക് ഒരുപാട് നല്ല സ്ഥലവും കാര്യങ്ങളും നല്ല വീടും അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു അവിടെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ വീടും സ്ഥലവും എല്ലാം ബാങ്കുകാർ ജപ്തി ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് എല്ലാം ഞങ്ങൾക്ക് നഷ്ടമാവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പൊ എനിക്ക് എന്നാ ഒരു 5-6 വയസ്സുള്ളൂ. ആ ഒരു ആ ഒരു ഇതിന്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്റെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈമില് വീട്ടില് പോലീസുകാരും ബാങ്കിൽ നിന്ന് ആളുകളൊക്കെ വന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് അന്നത്തെ എന്റെ ഒരു ഓർമ്മയിലുള്ളത്. പിന്നെ ഞങ്ങളെ ആര് സഹായിക്കും, എങ്ങോട്ട് പോകും ഒന്നും ഞങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ മമ്മിയുടെ ബ്രദർ ഞങ്ങൾക്ക് കൃപയാൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇപ്പോ ഞങ്ങൾ താമസിക്കുന്നത് എന്റെ മമ്മീന്റെ വീട്ടിലാണ്. അപ്പൊ അങ്ങനെ പിന്നെ എന്റെ പപ്പ ഒരു മെന്റൽ പേഷ്യന്റ് ആയി തീരുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം പെട്ടെന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്ഥലവും വീടും എല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പപ്പ ഒരു മെന്റൽ പേഷ്യന്റ് ആയി തീരുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ മമ്മി എന്നും പപ്പേനെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പൊ ഞാനൊന്നും പപ്പയുടെ മമ്മിയുടെ കൂടെ നിന്നതായിട്ട് എനിക്കൊരു ഓർമ്മ പോലും ഇല്ല. കാരണം എന്നും പപ്പേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ ആ ടൈമിലൊക്കെ എന്നെ വീടിന്റെ അടുത്തുള്ള വീട്ടിലൊക്കെ ആക്കിയിട്ടായിരുന്നു എന്നെ പോയിക്കൊണ്ടിരുന്നത് ഹോസ്പിറ്റലിൽ. ഹോസ്പിറ്റലിൽ തിങ്കളാഴ്ച പോയി കഴിഞ്ഞാൽ ശനിയാഴ്ച വരും, വീണ്ടും തിങ്കളാഴ്ച വീണ്ടും ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ ഇരുന്ന് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം പപ്പ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പിന്നെ ഞങ്ങളെ 3 പേരെയും വളർത്തേണ്ട ഒരു ഉത്തരവാദിത്വം അമ്മയ്ക്കായിരുന്നു. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മമ്മി ഞങ്ങളെ വളർത്തിയത്. അതിനുശേഷം പിന്നെ ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആ ഒരു ടൈമില് വീട്ടില് ഒരുപാട് ബുദ്ധിമുട്ടും സാഹചര്യങ്ങളൊക്കെ ഉള്ളത് മൂലം ഞാനൊരു ബോർഡിങ്ങിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. തൊടുപുഴ അടുത്തുള്ള ചെലവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അവിടെ ഒരു ബോർഡിംഗ് ഉണ്ട്. സിസ്റ്റേഴ്സിന്റെ ഒരു ബോർഡിംഗ് ആണ്. അപ്പൊ അവിടേക്ക് എന്നെ കൊണ്ടുപോയി വിടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അങ്ങനെ ഞാന് എന്റെ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആ ഒരു ടൈമില് ഞാന് അങ്ങനെ ആ ബോർഡിങ്ങിലേക്ക് പോകുവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്. നല്ല എന്താ നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടാത്ത നല്ല ഫുഡ് നമുക്ക് ലഭിക്കുന്നു, നല്ല ഡ്രസ്സ്, നല്ല കൂട്ടുകാര്, നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷെ അവിടെ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരൻസിനെ എല്ലാം വിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ മാറി നിൽക്കുന്നത്. ഞാൻ അങ്ങനെ മാറി നിന്നിട്ടുമില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമങ്ങളും എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു.
പിന്നെ നമ്മുടെ വീട്ടിലെ ഓരോ സാഹചര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കും, കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം എന്താ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളാണല്ലോ, എപ്പോഴും രോഗങ്ങളാണല്ലോ, ഒരിക്കൽ പോലും ഒരു സന്തോഷവും സമാധാനം ഒന്നും അനുഭവിക്കാനായിട്ട് ചെറുപ്പം മുതലേ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്നടുത്ത് എപ്പോഴും ഞാൻ ഇങ്ങനെ ദൈവത്തിന്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ പരാതി പറയായിരുന്നു, എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ 8ാം ക്ലാസ് മുതൽ 10th വരെ അവിടെ ആ ബോർഡിങ്ങിൽ നിന്ന് സിസ്റ്റേഴ്സിന്റെ പരിപാലനയിൽ വളരുവാനായിട്ട് ഇടയായി. അങ്ങനെ ആ സിസ്റ്റേഴ്സിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുമ്പോഴാണെങ്കിൽ അവർ കൂടുതലും പാവങ്ങളെ ശുശ്രൂഷിക്കുക, രോഗികളെ ശുശ്രൂഷിക്കുക, പിന്നെ അവർക്ക് കുറെ ഓർഫണേജ് ഉണ്ട്. അപ്പൊ അങ്ങനെ അനാഥരായിട്ടുള്ള കുട്ടികളെ വളർത്തുക, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ 10th കഴിഞ്ഞ ഉടനെ തന്നെ ഞാന് വീട്ടിൽ നിന്ന് മമ്മിയൊക്കെ വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് മടത്തി ചേരണം. പിന്നെ എന്റെ ഹൃദയത്തിൽ ആഗ്രഹം എനിക്ക് യേശുവിന്റെ മണവാട്ടിയായിട്ട് ജീവിക്കണം. അപ്പൊ അന്ന് നമുക്കൊന്നും അറിയത്തില്ല, ഇങ്ങനെ വചനമൊന്നും നമുക്ക് അറിയത്തില്ല, കർത്താവ് വരുമെന്നോ അല്ലെങ്കിൽ ദൈവം നമ്മളെ വാനമേഘങ്ങളിൽ കർത്താവ് നമ്മളെ എടുക്കപ്പെടുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല. ഈ വചനം ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഞാൻ ജനിച്ചു വളർന്നത് ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ പോലും നമുക്ക് വചനമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ 10th കഴിഞ്ഞു. ഞാനപ്പോ അപ്പൊ സിസ്റ്റർ പറഞ്ഞു വീട്ടിൽ നിന്ന് വരുമ്പോ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ സംസാരിച്ചു. ഇന്ന പോലെ മഠത്തിൽ പോണം എന്നാണ് പറയണേന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിൽ എല്ലാരും പറഞ്ഞു മഠത്തിൽ പോണോ, ഒരു പെൺകൊച്ചല്ലേ ഉള്ളൂ, മഠത്തിൽ പോകണോ, മഠത്തിലെ അവസ്ഥകളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്റെ ഹൃദയത്തില് യേശുവിന്റെ മണവാട്ടിയായിട്ട് ജീവിക്കണം, യേശുവിന്റെ മണവാട്ടിയായിട്ട് ജീവിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം. അവരിങ്ങനെ സിസ്റ്റേഴ്സ് ഒക്കെ രോഗികളെ ശുശ്രൂഷിക്കുന്ന പോലെ ശുശ്രൂഷിക്കണം. പിന്നെ ഒരു മിഷനറി ആയിട്ട് പുറത്തു പോയി വചനം ശുശ്രൂഷിക്കണം, പാവങ്ങളെ ശുശ്രൂഷിക്കണം, അവരെ ഏറ്റെടുത്ത് വളർത്തണം, ഒരു അനാഥാലയം നടത്തണം. അങ്ങനെ ഒരു ആഗ്രഹം എന്റെ ഹൃദയത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 10th കഴിഞ്ഞ് ഞാൻ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ എന്റെ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആദ്യത്തെ എന്റെ സന്യാസ ജീവിതം ഞാൻ 2016 ഊന്നുകൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോതമംഗലം അടുത്തുള്ള അവിടേക്ക് ഞാന് ഫസ്റ്റ് എന്റെ ഫോർമേഷൻ നടന്നത് അവിടെയാണ്. അവിടേക്ക് ഞാൻ 10th കഴിഞ്ഞ് കടന്നു ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ചെല്ലുന്ന ആ ഒരു ടൈം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങള് നമ്മളെ കൊന്ത ചെല്ലാൻ പഠിപ്പിക്കും, സന്യാസത്തിൻ്റെതായിട്ടുള്ള ഓരോ വ്രതങ്ങള്, ജപങ്ങള്, ഒരു സിസ്റ്റർ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു കർത്താവിന്റെ മണവാട്ടി എന്താ നല്ല രീതിയിൽ ഒരുങ്ങി ഈ പുറത്ത് വരുമ്പോൾ ഈ പുറത്തുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ആ ഒരു വർഷം പഠിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഇംഗ്ലീഷും ഗ്രാമറും കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിക്കും. കൂടുതലും നമ്മളെ പഠിപ്പിക്കുന്നത് സന്യാസത്തിന്റെ വ്രതങ്ങളാണ്. മാതാവിനെ പറ്റി പഠിപ്പിക്കുന്നു, കൊന്ത, ജപമാല, അങ്ങനെ ഓരോ കാര്യങ്ങള്. അപ്പം അവിടെ ആ ചെന്ന ടൈമിലൊന്നും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറെ ഫ്രണ്ട്സ്. അതിൽ നമുക്ക് ആദ്യത്തെ നമ്മുടെ ഫോർമേഷനിൽ ഒരു 40 കുട്ടികളുണ്ടായിരുന്നു. അത് ഓരോരുത്തരും ചുരുങ്ങി 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 പിന്നെ അത് 10 പേരായി ഒതുങ്ങി. അങ്ങനെ അവിടുത്തെ ഫോർമേഷൻ കഴിഞ്ഞു. പിന്നെ ഒരു വർഷം 10th കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെ അടുത്ത കോഴ്സ് ഒന്നും എടുക്കാനായിട്ട് സമ്മതിക്കത്തില്ല. 10th കഴിഞ്ഞ ഉടനെ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ +1 +2 ഒക്കെ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ അവിടുത്തെ ഒരു വർഷത്തെ ഫോർമേഷൻ കഴിഞ്ഞു. പിന്നെ അടുത്ത ഫോർമേഷൻ എന്ന് പറയുന്നത് പാലായിലുള്ള ജനറലൈറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടെയാണ് ഈ സന്യാസ സമൂഹത്തിന്റെ, അതായത് മഠത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. അവിടേക്ക് ഞാൻ അങ്ങനെ കടന്നു ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ചെന്നതിന് ശേഷം പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുവാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ +1 +2 പഠിക്കുന്നുണ്ട്. അതല്ലാതെ സന്യാസത്തിൻ്റെതായിട്ടുള്ള ഓരോ വ്രതങ്ങളുണ്ട്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. 5 മണിക്ക് എഴുന്നേൽക്കുക, നമ്മൾ ചാപ്പലിൽ പോകുക, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ട ഓരോ കാര്യങ്ങളും ഒരുക്കുക. പിന്നെ അവിടെ മാതാവിന്റെ സ്റ്റാച്യു ഉണ്ട്. ആ സ്റ്റാച്യുവിന് സാരി ഉടുപ്പിക്കുക, അതിന് മാല ഇടുക, കൊന്ത കോർക്കുക, പിന്നെ അതിന്റെ ചുവട്ടി കൊണ്ടുപോയി പൂ വെക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അവിടെ. അപ്പം അങ്ങനെ അതിന്റെ ഇടയ്ക്ക് എന്റെ +2 എന്റെ പഠനവും കൂടി അതിന്റെ ഒപ്പം നമുക്ക് നടക്കണമായിരുന്നു. അങ്ങനെ 2 വർഷം അങ്ങനെ ആ ജനറലൈറ്റില് എന്റെ ജീവിതം അങ്ങനെ 2 വർഷം അങ്ങനെ അവിടെ ജീവിച്ചു. അതിനുശേഷം പിന്നെയുള്ള 2 വർഷമാണ് മെയിൻ ആയിട്ട് ഒരു നവസന്യാസം എന്നൊക്കെ പറയാം. അതായത് യഥാർത്ഥത്തിൽ ഒരു കന്യാസ്ത്രീ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ ഒരു സിസ്റ്റർ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു വലിയൊരു വ്രതത്തിലേക്കായിരുന്നു കയറുവാൻ തുടങ്ങുന്നത്. ഈ സന്യാസ സമൂഹങ്ങളിൽ 3 വ്രതങ്ങളുണ്ട്: അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം. ഈ 3 വ്രതങ്ങൾ നമ്മൾ തെറ്റിക്കാൻ പാടില്ല എന്നാണ്. അത് മെയിൻ ആയിട്ട് ഒരു കന്യാസ്ത്രീക്ക് വേണ്ട
3 ക്വാളിറ്റികളാണെന്നാണ് അന്ന് ഞങ്ങളെ അവിടെ പഠിപ്പിച്ചു തന്നത്. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം. ഈ 3 വ്രതങ്ങൾ മസ്റ്റ് ആയിരുന്നു അവിടെ. അതിനുശേഷം +2 കഴിഞ്ഞ് നമുക്ക് പിന്നെ ഈ നവസന്യാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരു 15 ദിവസം നമുക്ക് നമ്മുടെ ഭവനത്തിൽ പോയി നിൽക്കുവാനായിട്ടുള്ള പെർമിഷൻ ഉണ്ട്. അപ്പൊ ഈ 15 ദിവസം നമുക്ക് ലീവ് തരുന്നത് എന്തിനാന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ 2 വർഷം 2.5 വർഷം നമ്മൾ ഈ നവസന്യാസത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിൽ നിന്ന് ആർക്കും നമ്മളെ കാണുവാനോ സംസാരിക്കുവാനോ ഫോൺ ചെയ്യുവാനോ വേറെ ഒന്നും നമുക്ക് പെർമിഷൻ ഇല്ല. നമ്മൾ ആ ഒരു മഠത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒതുങ്ങിക്കൂടുക. എപ്പോഴും ഫുൾ ടൈം പ്രാർത്ഥന കാര്യങ്ങള്, കൊന്ത ചെല്ലുക, ജപമാല, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പം ഈ അപ്പൊ ലീവിന് വേണ്ടിയിട്ട് എല്ലാവരെയും അവരുടെ ഭവനങ്ങളിൽ വിട്ടു. അപ്പൊ ഞാനും വന്നു ലീവിന് വേണ്ടിയിട്ട് വന്ന് ഇവിടെ പള്ളിയിൽ വന്ന് അച്ഛനോടും എല്ലാവരോടും പറഞ്ഞു, 2 വർഷം കൂടെ കഴിഞ്ഞാൽ എന്റെ നവസന്യാസം തീരും, ഞാൻ പിന്നെ ഒരു കന്യാസ്ത്രീ ആയിട്ടാണ് പിന്നെ വരുന്നത്. അങ്ങനെ എല്ലാവരോടും പറയുവാനൊക്കെ വേണ്ടിയിട്ട്, യാത്ര പറയാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭവനത്തിൽ വരുന്നത്. അപ്പൊ അങ്ങനെ വന്ന ആ ഒരു ടൈമില് എന്റെ മമ്മിയുടെ മൂത്ത ബ്രദറിന്റെ മകനും ഫാമിലി എന്നെ പോലെ വിശ്വാസത്തിൽ വന്നു. പക്ഷെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പൊ ഞാൻ മഠത്തിൽ നിന്ന് വന്ന ആ ഒരു ടൈമില് ഇവർ എന്നെ കാണുവാൻ വേണ്ടി വന്നു. ഇവര് വന്ന ആ ഒരു ടൈമില് ഇവരെ കണ്ടപ്പോ എനിക്ക് ഇവരോട് ഭയങ്കര ഇറിറ്റേഷൻ. ഇവര് ഓർണമെന്റ്സ് ഒന്നും ഇല്ലാതെ വരുന്നു. ഇവരെ കണ്ടിട്ട് പോലെ ഇവരോട് മിണ്ടാൻ പോലും തോന്നുന്നില്ല. അതുപോലെ വെറുപ്പായിരുന്നു എനിക്ക്. ബെന്തിക്കോസ്ന്ന് കേൾക്കുന്നതേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഭയങ്കര വെറുപ്പായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇവര് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഇവരോട് ഭയങ്കര ദേഷ്യം. എനിക്ക് ഇവരോട് മിണ്ടാൻ പോകുന്നു, ഇവരോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വരെ പറയാനുള്ള ദേഷ്യം എന്റെ ഹൃദയത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ എന്നിട്ട് ഇവര് വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന ആ ഒരു ടൈമിൽ ഇവര് സിറ്റ് ഔട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും മമ്മിയും അകത്തിരുന്ന് കൊന്ത ചെല്ലുന്നു. കൊന്തയൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ വെച്ചു, ഇവരെന്താ പ്രാർത്ഥിക്കണേന്ന് അറിയാലോ. എന്തൊക്കെയോ നമുക്ക് അറിയാത്ത എന്തൊക്കെയോ ഭാഷ ഇവര് പറയുന്നു. അന്ന് നമുക്ക് അറിയത്തില്ല ഇത് അന്യഭാഷയാണെന്നൊന്നും നമുക്കറിയാം. ഇപ്പൊ ഞാൻ ചിന്തിക്കും, ഇവരെന്തീ പറയണേ, ഇവരാളെ കളിയാക്കുക, ഇവരെന്താ പറയണേന്ന് അറിയാലോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ കൂടെ കുറച്ചു നേരം, ഒരു 10-15 മിനിറ്റ് ഇവരുടെ കൂടെ ഇവരെന്താ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ കൂടെ സിറ്റൗട്ടിൽ പോയിരുന്നു. അപ്പോ ഇവരെന്ന് ആദ്യമായിട്ട് പാടുന്ന ഒരു സോങ് അന്ത്യകാല അഭിഷേകം എന്നുള്ള ഒരു സോങ്. അന്ന് ഞാൻ വന്ന ആ ഒരു ടൈമിൽ ഈ ഒരു സോങ് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ പോയിരുന്ന് കുറച്ചു നേരം ആ സോങ് പാടി അങ്ങ് ആരാധിക്കാൻ തുടങ്ങി. ആദ്യം ഒന്നും ഞാൻ കൈയടിച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും തനിയെ കൈയൊക്കെ അടിക്കാൻ തുടങ്ങി. പിന്നെ ഭയങ്കര ഒരു എന്താ, ഞാൻ മഠത്തിൽ നിന്ന ആ ഒരു ടൈമില് ഞാൻ ജപമാല ചൊല്ലി മാതാവിന്റെ മുമ്പിൽ ആ സ്റ്റാച്ചുവിന്റെ ഫ്രണ്ടിൽ പോയി ഒരുപാട് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന് സാരി ഉടുപ്പിക്കണം, പിന്നെ അതിന്റെ മുമ്പിൽ പോയി പൂക്കൾ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഒന്നും കിട്ടാത്ത വലിയൊരു ആത്മസാന്നിധ്യം, ഒരു വലിയൊരു സന്തോഷം. ഇവരുടെ കൂടെ പോയിരുന്ന ഒരു 10-15 മിനിറ്റ് ആരാധിച്ചപ്പോൾ വലിയൊരു, എന്റെ ഹൃദയത്തിൽ എല്ലാ ഭാരങ്ങളും ഇറങ്ങിപ്പോകുന്ന പോലെ ഒരു ഫീൽ എനിക്ക് അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അന്ന് ഞാൻ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഈ സോങ് എഴുതി തന്നെ എന്ന് പറഞ്ഞു. എനിക്ക് ഈ അന്ത്യകാല അഭിഷേകം എന്നുള്ള സോങ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഈ സോങ് ഒക്കെ എഴുതി എന്റെ ഡയറിയിൽ ഞാൻ മേടിച്ചു വെച്ചു. അതിനുശേഷം നമ്മുടെ സഭയിലെ ദേവദാസൻ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജിജോ ടി ഡാനിയൽ, അദ്ദേഹം എന്നെ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഇതിനു മുമ്പ് നമ്മുടെ ദൈവസഭയില് ഒരു ഗസ്റ്റ് ആയിട്ട് ഒരു ദേവദാസൻ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുവാനായിട്ട് ഇടയായി തീർന്നു, ഈ ദൈവസഭയില് കന്യാസ്ത്രീ ആവാൻ പോയ ഒരു മകള് ഇവിടെ വന്ന് ആരാധിക്കുന്നതായിട്ട് കാണുന്നു എന്നൊരു ദർശനം കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അന്ന് ആർക്കും അറിയില്ലായിരുന്നില്ല, ആരാന്നൊന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ബ്രദർ പറഞ്ഞു, എന്റെ അമ്മായിന്റെ മോള് ഇന്ന പോലെ കന്യാസ്ത്രീ അവൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് മുതൽ ദൈവസഭ മുഴുവനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ അപ്പൊ എന്റെ ബ്രദർ വിളിച്ചു പറഞ്ഞു, ഇന്ന പോലെ ആ മോള് വന്നിട്ടുണ്ട് 15 ദിവസത്തെ ലീവിന്. അപ്പൊ അങ്ങനെ കർത്താവിന്റെ ദാസൻ എന്നെ വിളിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അദ്ദേഹം എന്നോട് സംസാരിച്ചു. അപ്പൊ സംസാരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം വേറൊന്നും ചോദിച്ചില്ല, എന്നോട് മോളെ വിശേഷം സുഖമാണോ, അവിടെ മഠത്തിൽ എങ്ങനെയുണ്ട്, സിസ്റ്റേഴ്സ് ഒക്കെ സുഖമായിട്ടിരിക്കുന്നു. സാധാരണ ദേവദാസന്മാര് എന്താ പറയുക, മോളെ അങ്ങനെയൊന്നും പോകരുത്, അതൊക്കെ തെറ്റാണ്, നീ വചനം അനുസരിക്കണം. പക്ഷെ ആ ദേവദാസിന് അറിയാമായിരുന്നു തക്ക സമയത്ത് എന്നെ കർത്താവ് അവിടെ നിന്ന് വിടുവിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ എന്നോട് അദ്ദേഹം വേറെ ഒരു 2 കാര്യം പറഞ്ഞോളൂ, മോളെ നമ്മൾ തമ്മിൽ നേരിട്ട് കാണുമെന്ന് പറഞ്ഞു. നമ്മൾ തമ്മിൽ നേരിട്ട് കാണും, സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഉടുപ്പിട്ട് വന്നതിന് ശേഷം ഇവരുടെ മുമ്പിലൊക്കെ എനിക്കൊന്ന് പോകണം. കാരണം ഞാൻ ഉടുപ്പൊക്കെ ഇട്ട് ഇവരെയൊക്കെ ഒന്ന് കാണണമല്ലോ, ഞാൻ കന്യാസ്ത്രീ ആയെന്ന് ഇവരൊക്കെ ഒന്ന് കാണണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇവരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകണം എന്ന് അന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നത്. ഈ ദേവദാസൻ പറഞ്ഞപ്പം എന്താ അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നത്. അപ്പം എന്റെ ബ്രദറിന്റെ അടുത്ത് ദേവദാസൻ പറഞ്ഞിരുന്നു,
ബ്രദറെ, അവള് കന്യാസ്ത്രീ ആവില്ല കേട്ടോ, കർത്താവ് അവളെ വിടുവിക്കും. കാരണം അവളുടെ മേൽ വലിയൊരു ശുശ്രൂഷയുണ്ട്. കാരണം ഒരു വലിയൊരു ഉണർവിന് വേണ്ടിയിട്ട് കർത്താവിനെ അവളെ ഉപയോഗിക്കാനായിട്ട് ആവശ്യമുണ്ടെന്ന്. പക്ഷെ എന്റെ അടുത്ത് ബ്രദർ വന്ന് ഈ ഒരു കാര്യം പറയാനായിട്ടിടയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ പിന്നെ അയാൾക്ക് ഭ്രാന്ത്, അയാൾ അങ്ങനെ വരെന്നും പറയും. അല്ലേലും ബന്ധുക്കോസാർ അങ്ങനെയാ, ആരെയും കണ്ടാ വിടത്തില്ല. ഞാനിട്ട് പറഞ്ഞോണ്ടിരിക്കും അവരുടെ അടുത്ത്. പക്ഷെ അത് പറഞ്ഞപ്പോഴും എന്താ മറിയ തന്റെ ഹൃദയത്തിൽ ഒരു ദൂത് കേട്ടപ്പോൾ അവള് സംഗ്രഹിച്ചു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ എന്റെ ഹൃദയത്തിലും ഈ ഒരു ദൂത് കേട്ടപ്പോൾ ഞാൻ പുറമെ അയാൾക്ക് വട്ടാണ്, അയാൾ പറയണത് ശരിയല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും എന്റെ ഹൃദയത്തില് ആ ഒരു ദൂതും വെച്ചുകൊണ്ടാണ് ഞാൻ ലീവ് കഴിഞ്ഞ് എന്റെ സന്യാസ സമൂഹത്തിലേക്ക് ഞാൻ വീണ്ടും പ്രവേശിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇടയായിത്തീർന്നു. ഞാനപ്പോ അവരോട് പറഞ്ഞു, എടി ഞാൻ എന്നെ പോലെ വീട്ടിൽ പോയിട്ട് വന്ന ഒരു സമയത്ത് ഇന്ന പോലെ ഒരു പാസ്റ്റർ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ സിസ്റ്റർ ആവില്ല, മഠത്തിൽ നിന്ന് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോ എന്റെ കൂടെ ഉള്ളവർ പറഞ്ഞു, അങ്ങനെ അവരൊന്നും വിശ്വസിക്കരുത് കേട്ടോ, അവരൊക്കെ കള്ളപ്രവാചകന്മാരെ, ബന്ധിക്കോസാരെ തട്ടിപ്പുകാരെ, അവരെ വിശ്വസിക്കേ ചെയ്യരുത്, അവരടുത്തേക്കടെ പോയി കഴിഞ്ഞാൽ അവര് നമ്മുടെ മതം മാറ്റി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചോ, ശരിയല്ല. അപ്പൊ അയ്യോ, അവരുടെ വചനം പോലും കേൾക്കാൻ, അവരോട് സംസാരിക്കാൻ പോലും പാടില്ലായിരുന്നു, അത് വലിയ തെറ്റാന്നൊക്കെ എന്റെ അടുത്ത് അവര് പറഞ്ഞു തന്നു. അപ്പം അതിനുശേഷം പിന്നെ എന്റെ കയ്യിൽ ഈ പാട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പാട്ട് എനിക്ക് അവരെ എഴുതി തന്നാന്ന് പറഞ്ഞേ. അപ്പൊ തന്നെ എന്റെ കൂട്ടുകാരി ആ പാട്ട് കീറിക്കളഞ്ഞു. ഈ പാട്ട് ഇതൊന്നും പാടാൻ കൊള്ളില്ല, ഈ പാട്ടൊന്നും പാടാനേ കൊള്ളത്തില്ല, ഇത് അന്ത്യകാലാഭിഷേകം എന്നുള്ളൊരു പാട്ട്. അപ്പൊ ഈ സോങ് കീറിക്കളഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഞാൻ വെച്ച് ഇവിടെ പോയി കഴിഞ്ഞപ്പോ ഈ സോങ് ഞാൻ എടുത്ത് ഞാൻ ഡയറിയിൽ ഒട്ടിച്ചു വെച്ചു. അപ്പൊ പിന്നെ ഈ മഠത്തിൽ മുഴുവനും ഇത് അറിഞ്ഞ് സ്പ്രെഡായി. ഇന്നപോലെ ഞങ്ങളുടെ കുടുംബത്തില് ഒരാള് ഇന്നപോലെ ബെന്തിക്കോസിൽ പോയി, ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ആരാധിച്ചു, ഇന്നപോലെ പാസ്റ്റർ ഇന്നപോലെ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എന്നൊക്കെ മഠം മുഴുവൻ സ്പ്രെഡായി. അപ്പൊ മഠത്തിലുള്ള സിസ്റ്റർമാരും എല്ലാരും വന്നിട്ട് പറഞ്ഞു, കൊച്ചി അവരൊന്നും വിശ്വസിക്കരുത്, അവരൊക്കെ ആരാന്നറിയാവോ, അവരൊക്കെ കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നവർ, അവരൊന്നും വിശ്വസിക്കരുത്, അവരൊക്കെ കള്ള പ്രവാചകന്മാരാ, ഇങ്ങനെ ഇതുപോലെയുള്ള പല എണ്ണങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവര് വന്ന ഉടനെ അവർ വീട്ടിൽ പോലും കയറ്റിയേക്കരുത്, അവരപ്പൊ തന്നെ ആട്ടി ഇറക്കി വിട്ടോണം, അങ്ങനെയൊക്കെ സിസ്റ്റേഴ്സ് പറയാം. അപ്പൊ ഞാനും ചിന്തിക്കുവാ, ശരി, അവരോട് മിണ്ടാൻ പോലും, അവരോട് സംസാരിക്കാൻ പോലും കൊള്ളത്തില്ലായിരുന്നു, അവരോട് സംസാരിക്കാൻ എന്താ, അവരോട് സംസാരിച്ചത് വരെ വലിയ തെറ്റാ എന്നുള്ള രീതിയിൽ എന്റെ ഹൃദയത്തിൽ തന്നെ കിടക്കുക. പക്ഷെ അതിനുശേഷം ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ഞങ്ങളുടെ റൂം എന്ന് പറയുമ്പോൾ ഡോമട്രിയാ, രാത്രിയിൽ ഇങ്ങനെ ഒരു ദർശനം കാണുക, ഒരു വചനം ഇങ്ങനെ ആ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി കാണിക്കുക, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു, ഹല്ലേലൂയ. അപ്പൊ പിന്നെ ഒരു ശബ്ദം കൂടി ഞാൻ കേൾക്കുക, നിന്റെ വിളി ഇതല്ല, നിന്നെ ഞാൻ ഇവിടുന്ന് വിടുവിക്കും, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നിന്നെ എന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് നിന്നെ ആവശ്യമുണ്ടെന്ന് പറയാനിട്ടിടയായിട്ട്. ഈ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അന്നൊന്നും നമുക്ക് അറിയത്തില്ല കർത്താവ് ഇങ്ങനെ നമ്മളോട് സംസാരിക്കുമെന്ന്. നമ്മൾ ഈ കൊന്തേ ഇതൊക്കെ ചൊല്ലി നമ്മൾ നടക്കുവല്ലേ, നമുക്ക് ഇങ്ങനെ കർത്താവ് ഇങ്ങനെ സംസാരിക്കുമെന്ന്, വചനത്തിൽ നിന്ന് സംസാരിക്കുമെന്ന്, വെളിപ്പാടുണ്ടെന്ന് ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ഈ ശബ്ദം ഇങ്ങനെ ഒരു കുറേ നാളുകൾ എനിക്ക് കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഞാനപ്പോ എന്റെ സിസ്റ്ററിന്റെ അടുത്ത് പോയി ഞാൻ പറയാനായിട്ട് ഇടയായി തീർന്നു, സിസ്റ്റർ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല, ഇതുപോലെ ഒരു ശബ്ദം കേൾക്കാന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, അത് ഈ ബന്ധിക്കോസ്താർ എന്തോ ചെയ്തതാന്ന് പറഞ്ഞു. അവരൊന്നെങ്കിൽ അവര് എന്തോ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ അവർ ചെയ്തിട്ടുണ്ട്, അതാണ് അവരുടെ കൂടെ പോയി ഇച്ചേരി ഇരുന്നില്ലേ, അപ്പൊ അവരെന്തോ ചെയ്തതാ. അവര് അവരുടെ കൂടെ പോയി ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ മതം മാറ്റുന്ന ആൾക്കാരാ അവര്. അങ്ങനെ അങ്ങനെ സിസ്റ്റർ പറയാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം വീണ്ടും അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ ആ അവരുടെ ഇതെല്ലാം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ധ്യാനം വെക്കാൻ പറഞ്ഞു. അങ്ങനെ കുറെ അച്ഛന്മാരെയൊക്കെ വിളിച്ച് കുറെ സിസ്റ്റേഴ്സ് ഒക്കെ വന്ന് മഠത്തില് അങ്ങനെ ഞങ്ങൾക്ക് 10 പേർക്ക് ഒരു ധ്യാനം വെച്ചു, പിള്ളേർക്ക് ഒന്നുകൂടി ഒരു മാനസാന്തരം ഉണ്ടാവണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ധ്യാനം വെക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ധ്യാനം കഴിഞ്ഞപ്പോൾ സിസ്റ്ററിനോട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, വീണ്ടും എന്റെ ഹൃദയത്തിൽ ആ ഒരു ശബ്ദം അങ്ങനെ കേൾക്കുക, എന്നെ ഇവിടുന്ന് വിടിവിക്കും വിടിവിക്കും വിടിവിക്കും. പിന്നെ ഞാൻ ആ ദേവദാസൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറയുക. ആ ദേവദാസന്റെ കാര്യം കേൾക്കുമ്പോൾ സിസ്റ്ററിന് ഭയങ്കര ദേഷ്യം. സിസ്റ്റർ പറഞ്ഞേ, പാഷന്മാരൊരു കാര്യം മഠത്തിൽ മിണ്ടിപ്പോയേക്കരുത് പറഞ്ഞു. പക്ഷെ എന്റെ ഹൃദയത്തിൽ കർത്താവ് എന്നെ കൊണ്ട് നാവിനോട് ദൈവം ഇങ്ങനെ സംസാരിപ്പിക്കുക. അവിടെയൊക്കെ ഞാനിങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ പറയുക, ഇല്ല, കർത്താവ് എന്നെ, ആ ദേവദാസൻ എന്തായാലും ചുമ്മാ ഒരു കാര്യം പറയത്തില്ലായിരിക്കും, എന്തായാലും അദ്ദേഹം എന്താ ഓരോ കാര്യങ്ങളും എന്റെ പറഞ്ഞ ഓരോ കാര്യങ്ങളും കറക്റ്റ് ആണല്ലോ. അപ്പം അവര് പറയാ, അങ്ങനെ സൈക്കോളജി പഠിച്ച ആർക്കും അങ്ങനെ പറയാൻ പറ്റും, ദേവദാസന്മാർക്ക് മാത്രമല്ല പലർക്കും തന്നെ പറയാൻ പറ്റും. അപ്പൊ അവരൊക്കെ അങ്ങനെ പറയാം, അതൊന്നും വിശ്വസിക്കരുതെന്ന്. പക്ഷെ എന്റെ ഹൃദയത്തില് വീണ്ടും ഈ ശബ്ദം കേൾക്കാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ മഠം മുഴുവൻ ഇത് സ്പ്രെഡായി. പിന്നെ നമ്മുടെ ഹെഡ് ഓഫീസിലേക്ക് എല്ലാം വിളിച്ചു പറയാനായിട്ട് ഇടയായിത്തീർന്നു, ഇന്ന പോലെ നവസന്യാസത്തിലായിരിക്കുന്ന ഈ ഒരു കൊച്ചിന് ഇന്ന പോലെ പ്രശ്നമാണ്, ആ കൊച്ചിന് എന്തോ ബന്ധിക്കൂസാരെന്തോ ചെയ്തു, എന്തോ വലിയ പൈശാചിക ബന്ധനമാണ് അതിന്,
എങ്ങനെയല്ല അതിന്റെ ബന്ധനം ഒഴിപ്പിക്കണമെന്ന്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഈ ദൂത് കിടക്കുമല്ലോ. നമ്മുടെ ഹൃദയത്തില് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ അന്ന് മുതൽ പരിശുദ്ധാത്മാവ് നമ്മളിങ്ങനെ നമ്മുടെ ഹൃദയം നമ്മുടെ എന്താ നമ്മളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ് നമ്മുടെ നാവുകളിലല്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് എന്തോ എനിക്ക് എന്നെ ഇവിടുന്ന് എനിക്ക് ഇവിടുന്ന് പോണം പോണം അങ്ങനെ ഒരു ചിന്തയാ വരുന്നേ. എന്നെ ഇവിടുന്ന് കർത്താവ് വിടുവിക്കും 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 എന്നാ പറയുന്നത്. ആ ശബ്ദത്തിന് ഒരു മാറ്റമില്ല, എനിക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാന് സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്ററെ, പിന്നെ മഠം മുഴുവൻ സ്പ്രെഡായി. ഇന്നപോലെ ഞാൻ പ്രാർത്ഥിച്ചു വന്നാണ് കാര്യം ബന്ധുക്കൂസാരുടെ കൂടെ പോയി. പിന്നെ അവിടെ കൂടെ ഉള്ളവർക്കും കൂടി പേടി, ഞാൻ എങ്ങാനും ഇനി കൂടെയുള്ള പിള്ളേരെ കൂടി എങ്ങാനും ബെന്തികോസിലേക്ക് കൊണ്ടുപോയാലോ, ഈ പാസ്റ്റർമാര് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഞാനെങ്ങാനും അവരെ ബ്രെയിൻ വാഷ് ചെയ്താലോ എന്നൊക്കെ അവർക്ക് പേടി. പിന്നെ അവരൊരു തീരുമാനം എടുത്തു, അവരുടെ കൂടെ ഇപ്പൊ അവരെന്തോ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പൊ ഇങ്ങനെ ഒരാൾ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല, നിർത്തിക്കഴിഞ്ഞാ മഠം ഇവിടെ പൂട്ടിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ രീതിയിൽ പറയാനിട്ടിടയായി തീർന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഇവിടെ നിന്ന് പോണം, എന്തോ എന്റെ വിളി ഇതല്ല എന്ന് എന്റെ ഹൃദയത്തിൽ ആരോ ഇരുന്ന് പറയുവാന്ന് പറഞ്ഞു. അപ്പോഴും സിസ്റ്റർ പറഞ്ഞു, നീ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോ എങ്ങനെ ജീവിക്കണം എന്നൊന്ന് കാണണം. കർത്താവിനെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ നിനക്ക് അറിയാമല്ലോ. ഒരുപാട് പേര് കന്യാസ്ത്രീ ആയിട്ട് ഇറങ്ങിപ്പോയവരുണ്ട്. അവരൊക്കെ ഇപ്പൊ ജീവിക്കുന്ന അവസ്ഥകൾ എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞു തരണോന്നൊക്കെ ചോദിച്ചു. അവര് കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട്. അവരൊക്കെ ഡൈവോഴ്സ് ആയിട്ടുള്ളവരുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുക നമ്മൾ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഞാൻ പറയില്ല, എനിക്ക് ഇവിടെ നിന്ന് പോണത് തന്നെയാണ് ആഗ്രഹം എന്ന് ഞാൻ സിസ്റ്ററിനോട് അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ അങ്ങനെ അപ്പൊ സിസ്റ്റർ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ സംസാരിക്കാം. അങ്ങനെ വീട്ടിൽ സംസാരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് എന്റെ മമ്മീന്റെ അനിയത്തി ഞാൻ മഠത്തിൽ നിന്ന് വരുന്നതായിട്ട് സ്വപ്നം കണ്ടു, ഭവനത്തിൽ വരുന്നതായിട്ട്. അതിനു മുമ്പ് ഞാൻ ശനിയാഴ്ച എന്റെ ഭവനത്തിൽ വരുന്നു, വ്യാഴാഴ്ച എന്റെ ഭവനത്തില് ഒരു ബ്രദർ വരുവാനായിട്ട് ഇടയായിത്തീരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബിബിൻ എന്നാണ്. അദ്ദേഹം ഉച്ചയ്ക്ക് ഇങ്ങനെ വെറുതെ കിടക്കുന്ന ആ ഒരു ടൈമില് പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്റെ ഭവനത്തിൽ വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് വലിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് എന്റെ ഭവനത്തിൽ കൊണ്ടുവന്നു. ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് അറിയത്തില്ല ഞാന് എന്റെ ഭവനത്തില് ഇങ്ങനെ ഞാൻ കന്യാസ്ത്രീ ആകാൻ പോയതാണെന്ന് ഒന്നും അറിയത്തില്ല. അപ്പൊ മമ്മിയോട് ചോദിച്ചു എത്ര മക്കളാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു രണ്ടുപേരാണ്, ഒരു മോനും ഒരു മോളും, പിന്നെ ഒരു മോനും കൂടെ ഉണ്ടായിരുന്നു, മോൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ രണ്ടുപേരേ ഉള്ളൂ, ഇപ്പൊ മോള് മടത്തി പോയേക്കുവാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞു, എന്നെ അദ്ദേഹം കണ്ടിട്ട് പോലുമില്ല, എന്റെ പേര് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആന്റി അവള് സിസ്റ്റർ ആവത്തില്ല കേട്ടോ, ദൈവത്തിന് അവളുടെ മേൽ വലിയ പദ്ധതിയുണ്ട്. അദ്ദേഹം പറഞ്ഞു കർത്താവിന് അവളെ വലിയൊരു ഉണർവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അങ്ങനെ അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വ്യാഴാഴ്ച വന്നു. അദ്ദേഹം പറഞ്ഞു ശനിയാഴ്ച വൈകുന്നേരം അവളോട് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ എന്റെ വീട്ടിലേക്ക് വിളിച്ചു പറയാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എന്റെ ഭവനത്തിൽ നിന്ന് എല്ലാവരും കൂടി എന്നെ മഠത്തിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് വീട്ടിലേക്ക് വന്നു. അവിടുന്ന് മഠത്തിലേക്ക് കൊണ്ടുപോകാനായി അങ്ങനെ വരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അങ്ങനെ വന്ന ആ ഒരു ടൈമിൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാരെല്ലാം വിട്ടിട്ട് പോകാൻ എനിക്ക് ഭയങ്കര വിഷമം. 10 പേരുള്ളെങ്കിൽ പോലും ഞങ്ങള് എന്താ പറയുക, നല്ലൊരു സഹോദരങ്ങളെ പോലെയായിരുന്നു ഞങ്ങൾ അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും നല്ല, ഞാനാണെങ്കിലും ആരുടെ അടുത്ത് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ദേഷ്യപ്പെടുവോ ആരോട് വഴക്കൂടോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അപ്പൊ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ എപ്പോഴും വചനം വെച്ച് അവരോട് സംസാരിക്കുമായിരുന്നു. അവിടെ വചനം പഠിപ്പിക്കുന്നില്ലെങ്കിൽ പോലും എന്റെ ഹൃദയത്തില് വചനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന ടൈമിലാണ് എപ്പോഴും വചനം വെച്ച് പ്രാർത്ഥിക്കുകയും വചനം വെച്ച് എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു എപ്പോഴും. അപ്പൊ ഞാൻ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയും, എന്താ യേശു പറഞ്ഞില്ലേ കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട്, കർത്താവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അപ്പൊ എന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറയുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒന്നും മിണ്ടത്തില്ല, ഞാൻ അവിടെ ക്ഷമയോടെ ഇങ്ങനെ നിൽക്കും. മഠത്തിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തതാണോ ചെയ്യാത്തതാണോ എന്താണെങ്കിലും നമ്മളെ നിലത്ത് ചുംബിച്ച് മുട്ടുമേൽ നിന്ന് നമ്മൾ ക്ഷമ പറയണം, കൈ വിരിച്ചു പിടിച്ചത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ക്ഷമ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾക്ക്. പക്ഷെ അപ്പോൾ പോലും ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് എന്നെ അവിടെ ക്ഷമിക്കാനും സഹിക്കാനും എല്ലാം ദൈവം എന്നെ അവിടെ ഫോർമേഷൻ ചെയ്യിക്കുമായിരുന്നു, എന്നെ ട്രെയിൻ ചെയ്യിക്കുമായിരുന്നു. കാരണം നമ്മൾ ഒരു മിനിസ്ട്രിയിൽ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്ക് ക്ഷമയാണ്. കാരണം അത് എന്റെ ലൈഫിൽ കർത്താവ് എന്നെ അവിടെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുമായിരുന്നു. അപ്പൊ അതിനുശേഷം എന്റെ ഭവനത്തിൽ നിന്ന് അവരെന്നെ കൊണ്ടുപോകാനായിട്ട് വന്നു മഠത്തില്. വന്ന ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം, എന്റെ കൂട്ടുകാരെ വിട്ടിട്ട് പോവാൻ. പക്ഷെ അന്നേരം വരുന്ന ആ ടൈമിൽ എന്റെ ബ്രദർ വിളിച്ചു പറഞ്ഞു,
പാസ്റ്ററെ ആ മോള് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ മോള് കർത്താവ് ഇന്ന് അവളെ മഠത്തിൽ നിന്ന് കൊണ്ടുവരുവാണ്. എന്താ കർത്താവ് അവളെ വിടുവിച്ചു. ദേവദാസനും ദൈവസഭയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പോയി. കാരണം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് എന്നെ വിടുവിക്കണമെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അപ്പൊ എന്റെ ബ്രദർ പറഞ്ഞു അവൾ ഭയങ്കര കരച്ചിലാന്ന് പറഞ്ഞു. അപ്പൊ ദേവദാസൻ പറഞ്ഞു ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അവക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടൈമില് ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം എന്നെ കാണിക്കുന്ന ഒരു ദർശനം, അവള് മഠത്തിൽ നിന്ന് തനിയല്ല ഇറങ്ങുന്നത്, കർത്താവ് അവളുടെ കൈക്ക് പിടിച്ച്, ദൈവം അവളുടെ കൈക്ക് പിടിച്ച് അവളെ ഇറക്കിക്കൊണ്ട് വരുന്നതായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം. കാരണം ഇതുവരെ നമ്മളോട് അങ്ങനെ ആരും സംസാരിച്ചിട്ടൊന്നുമില്ല. സ്നേഹത്തോട് സംസാരിക്കും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ എന്തോ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു വ്യത്യസ്ത വാക്ക് കേട്ട പോലെ എനിക്ക് അങ്ങനെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. അങ്ങനെ ഞാൻ എന്റെ 2019 ഫെബ്രുവരി 9 ശനിയാഴ്ച 3:30 കർത്താവിന്റെ കൃപയാൽ ദൈവം എന്നെ ആ സന്യാസ സമൂഹത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാന് എന്റെ ഭവനത്തിൽ വന്നു. ഭവനത്തിൽ ശനിയാഴ്ച വന്നു. ഞായറാഴ്ച ആദ്യമായി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഈ ബന്ധിക്കോസ് സഭയിലേക്ക് ഞാൻ ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുന്നു. അങ്ങനെ ഞാന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം പോലെ. കാരണം കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് ഒരു മകള് ഒരു ദൈവം വിടുവിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു ടെസ്റ്റിമണിയാണ്, വലിയൊരു സാക്ഷിയാണ്. എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. എല്ലാവരും എന്നോട് ചർച്ചിൽ അങ്ങനെ ഇരുന്നു ആരാധന കൂടി. എന്റെ ഹൃദയത്തിൽ ഭയങ്കര ഹൃദയത്തിൽ ഒരുപാട് ക്വസ്റ്റ്യനും ഒരുപാട് ചിന്തകളും ഭാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ആരാധനയിൽ അങ്ങ് ഇറങ്ങിപ്പോയ പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി. ഹല്ലേലൂയ. പിന്നെ ഒരുപാട് ആന്റിമാരും പാസ്റ്റർമാരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവര് പറഞ്ഞു ദൈവം നിന്നെ അനേകം ലോക രാജ്യങ്ങളിൽ കർത്താവ് നിന്നെ ഓടിക്കും. നിന്റെ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞ അന്ന് ഞാൻ മഠത്തിൽ നിന്ന് വന്ന ആ ടൈം സിസ്റ്റർ അഞ്ജലി പോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അപ്പം എല്ലാവരും പറഞ്ഞു സിസ്റ്റർ അഞ്ജലി പോളിന്റെ ശുശ്രൂഷയുടെ ഒരു വേക്കൻസി കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ ഒരു ഇതാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ എല്ലാ ആന്റിമാരും പറഞ്ഞു സിസ്റ്റർ അഞ്ജലി പോളിനെ പോലെ ശുശ്രൂഷയാട്ടോ കാണണേ അങ്ങനെ പറഞ്ഞു. ഒരുപാട് ആന്റിമാര്, ഒരുപാട് ദേവദാസന്മാര്, പിന്നെ ഒരുപാട് പ്രവചന ദൂതുകൾ പറഞ്ഞു. അവരെല്ലാവരും എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പൊ ആ ഒരു ടൈമില് മഠത്തിൽ ഇന്നേ വരെ ആരും എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും ഇവരൊക്കെ എന്തിനു വേണ്ടി എന്നെ ഇത്രമാത്രം ഇവരെന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ ഓടി വരുന്നത്, ഇവരൊക്കെ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്, എന്നെ ചേർത്ത് പിടിക്കുന്നത് എന്തിനാ, എനിക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അതൊന്നും അറിയത്തില്ല. ഈ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് വരുന്ന ഇത്ര വലിയ കാര്യമാണോ ഒന്നും നമുക്ക് അറിയത്തില്ല. ഇത് ഒരു വിശ്വാസ സമൂഹത്തിൽ വരുമ്പോൾ ഇത് വലിയൊരു ടെസ്റ്റ് മണിയാണോ ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എന്റെ ഹൃദയത്തിലെ എല്ലാ ഭാരങ്ങളും അർപ്പിച്ച് പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു ജോലിയാണ് ആവശ്യം. അപ്പൊ ഞാൻ ഇറങ്ങി വന്ന ആ ഒരു ടൈം നമ്മുടെ ലോക്ക്ഡൌൺ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈമിലാണ് ഞാൻ ഇറങ്ങി വരുന്നത്. പിന്നെ എന്റെ മമ്മി പെട്ടെന്ന് ഒരു രോഗിയായി തീരുവാനായിട്ടിടയായിത്തീർന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു നീ മഠത്തിൽ നിന്ന് മാതാവിനെ ഒക്കെ ഉപേക്ഷിച്ച് വന്നതിന്റെ ശാപമാണ് നിനക്ക്, നിന്റെ അമ്മയ്ക്ക് ഇങ്ങനെ പോലെ വീട്ടിൽ ഭവനത്തിൽ ഇന്ന പോലെ മമ്മിക്ക് ഒരു അസുഖം വരാനായിട്ട് കാരണം. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര വിഷമം. കാരണം നമ്മൾ കാരണം ഇങ്ങനെ ഒരു ഇത് വന്നല്ലോ എന്നൊരു വലിയൊരു ഹൃദയത്തിൽ വലിയൊരു വിഷമം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു നമ്പർ 1 സ്ഥാപനമാണ് ഡെൻകെയർ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ ബോസ് ഈ ആസാദി ടിവിയിൽ വന്ന് അദ്ദേഹം ടെസ്റ്റിമണി പറഞ്ഞിട്ടുണ്ട്. സാജു കുര്യാക്കോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം ഇതിലെ ടെസ്റ്റിമണി പറഞ്ഞിട്ടുണ്ട് ആസാദി ടിവിയില്. അപ്പൊ അങ്ങനെ ഒരു ഏഷ്യയിലെ നമ്പർ 1 ഒരു കമ്പനിയിലാണ് എനിക്ക് ജോലി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. ജോലി ലഭിച്ചതെന്ന് പറഞ്ഞാൽ അതും വലിയൊരു ടെസ്റ്റിമണിയാണ്. അപ്പൊ അവര് ആദ്യമേ നമ്മൾ ബയോഡാറ്റ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു കോവിഡ് ആയതുകൊണ്ട് ആളുകളെ എടുക്കുന്നില്ല, നമ്മൾ ആകെപ്പാടെ ഒരു 40 പേരെ എടുക്കുന്നുള്ളൂ, മാക്സിമം ആളെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മള് ബയോഡാറ്റ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോ വിളിക്കൂ, അവര് ഉറപ്പൊന്നും പറഞ്ഞില്ല. പിന്നീട് എന്റെ ഹൃദയത്തിൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നീ മഠത്തിൽ നിന്ന് വന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്, മമ്മിക്ക് ഇങ്ങനെ അസുഖം വന്നത്, പിന്നെ ഇനി എത്ര നാൾ ഇങ്ങനെ വീട്ടിലിരിക്കും, അങ്ങനെയൊക്കെ ഓരോ ക്വസ്റ്റ്യനുകൾ ഇങ്ങനെ എന്റെ ഹൃദയത്തിൽ വന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് പിന്നെ എന്തിനാണ് എന്നെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത്? അപ്പൊ ദൈവം എന്നോട് പറഞ്ഞത് നിനക്കൊരു സാക്ഷ്യത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. നിന്നിലൊരു സാക്ഷ്യം ഉളവാക്കി എടുക്കുവാൻ അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ അവിടേക്ക് അയച്ചത്. അവിടെ കൊണ്ടുപോയി ഓരോ കാര്യങ്ങളിൽ നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യിക്കുകയാണെന്ന് കർത്താവ് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിനുശേഷം പിന്നെ എന്റെ ഹൃദയത്തിൽ വലിയൊരു ഭാരമായി തീർന്നു. എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങി. പിന്നെ അങ്ങ് മരിക്കണം എന്നൊരു ചിന്തയായി. അങ്ങനെ ഞാൻ ബുധനാഴ്ച മരിക്കാനൊക്കെ തീരുമാനിച്ചിരിക്കുന്നു.
ബുധനാഴ്ച ഒരു രാവിലെ ആയപ്പോ ആ, എന്റെ കമ്പനിയിൽ നിന്ന് എന്റെ സിഇഒ ആണ് വിളിക്കുക. റീബി അല്ല അതേന്ന് പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 8:30 ഇന്റർവ്യൂ ഉണ്ട്, വരണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അത് പിന്നെ മരിക്കൊന്നും വേണ്ട, അതൊക്കെ മാറ്റി വെച്ചു. എന്നാ പിന്നെ ഇന്റർവ്യൂവിന് പോയിട്ട് ഒന്ന് നോക്കാം, ജോലി കിട്ടുമെന്ന് അറിയത്തില്ല, എന്തായാലും വിളിച്ചല്ലേ, എന്തായാലും ഒരു ഇന്റർനാഷണൽ കമ്പനി അല്ലേ, ഒന്ന് പോയി നോക്കാന്ന് ഓർത്ത് ഒന്ന് പോയി നോക്കി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരുപാട് പേര് വന്നിരിപ്പുണ്ട്, 40 പേരെ അവർ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അവിടെ നമുക്ക് ബയോഡാറ്റകളൊക്കെ വരുന്നത് ഒരു ദിവസം തന്നെ 2000-3000 ഒക്കെ ബയോഡാറ്റ വരും. കാരണം അത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ കമ്പനിയാണ് ഡെൻകെയർ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ടീത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അപ്പൊ അവിടെ ഇന്റർവ്യൂവിന് ചെന്ന ആ ഒരു ടൈമില് ആദ്യം ഞാൻ പറഞ്ഞല്ലേ എന്നെ വല്ല മടത്തി പോയതാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ആ മാം ചോദിച്ചു, +2 കഴിഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് പഠിക്കാൻ പോയില്ല? അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല താല്പര്യം ഇല്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. കാരണം എനിക്ക് പേടിയായിരുന്നു, എങ്ങാനും കന്യാസ്ത്രീ മഠത്തിൽ പോയതാണെന്നെങ്ങാനും പറഞ്ഞ ഇവരെങ്ങാനും ഇനി ജോലി തന്നില്ലെങ്കിലോ എന്നോർത്ത് ചെറിയൊരു ഭയം. ഞാൻ മിണ്ടിയില്ല. അപ്പൊ വീണ്ടും ചോദിച്ചു, ലാസ്റ്റ് എനിക്ക് സഹി കേട്ട മാഡത്തിന്റെ അടുത്ത് പറയേണ്ടി വന്നു, മാഡം ഞാൻ ഇന്ന പോലെ മഠത്തിൽ പോയതായിരുന്നു, മഠത്തിൽ നിന്ന് ഇപ്പൊ വന്നിട്ട് കുറച്ച് നാളായോളൂ എന്ന് പറഞ്ഞു. അപ്പൊ മാഡത്തിന് ഭയങ്കര അത്ഭുതം, മാഡം മടത്തി പോയതോ, ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല, മടത്തി പോയ ഒരാളെ. മാഡം പറഞ്ഞു, അന്ന് കേക്കട്ടെ, മഠത്തിലെ കഥകളൊക്കെ ഒന്ന് കേക്കട്ടെ. ഞാൻ ഇന്ന വരെ മഠത്തിലെ ആ മാഡം പറഞ്ഞു, എന്റെ ഒരു ആന്റി മഠത്തിലുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ മഠത്തിലെ പറ്റി വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷെ എന്നാലും ഒന്ന് പറയാൻ പറഞ്ഞു മഠത്തിലെ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് മഠത്തിലിരുന്ന് ദൈവം എന്നെ വിടുവിച്ച കാര്യങ്ങളും ദേവദാസം പറഞ്ഞ കാര്യങ്ങളും ഞാൻ ചർച്ചിൽ പോയ കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ മാമിന്റെ അടുത്ത് പറയാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ സാധാരണ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞ ഒരു 15 മിനിറ്റ് പറഞ്ഞ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ഇന്റർവ്യൂ 2 മണിക്കൂർ പോയി. അവിടെ ഇരുന്ന് ഞാൻ ടെസ്റ്റ് മണി പറയാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ അപ്പൊ തന്നെ സാധാരണ ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ അവര് വിളിക്കാം എന്ന് പറയുള്ളൂ, ജോയിൻ ചെയ്യാൻ വരാൻ അവർ പറയാറില്ല. സാധാരണ കോവിഡിന്റെ ടൈം കൂടെ ആയതുകൊണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ അപ്പൊ തന്നെ മാം പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് അന്നേരം ഒന്നും മാം ഒന്നും പറഞ്ഞില്ല. അപ്പൊ തന്നെ മാം ഒന്നുകൂടി വിളിച്ചിട്ട് മാം പറഞ്ഞു, റീമ മൺഡേ മുതൽ ജോയിൻ ആവാൻ പോരേട്ട് എന്ന് പറഞ്ഞു, ഇന്റർവ്യൂവിന് സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി, ഒരു ജോലി കിട്ടിയില്ല, അത് +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എന്റെ ലൈഫിൽ എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫിൽ വലിയൊരു അത്ഭുതമായിരുന്നു. ദൈവം എനിക്ക് വേണ്ടി വലിയൊരു അത്ഭുതം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അപ്പൊ അങ്ങനെ ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ എനിക്ക് ജോലി നൽകി തരുവാൻ ദൈവം കർത്താവിന്റെ കൃപയാല് കർത്താവിനെ സഹായിച്ചു. അതിനുശേഷം പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് സ്നാനപ്പെടണം എന്നുണ്ടായിരുന്നു. അപ്പൊ സ്നാനപ്പ വീട്ടിൽ ഞാനിങ്ങനെ പറഞ്ഞു, പക്ഷെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര എതിർപ്പായിരുന്നു. കാരണം കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പെൺകുട്ടി പെട്ടെന്ന് ബെന്തിക്കോസ്കാരുടെ കൂടെ ചേർന്നു, അത് നമ്മുടെ കുടുംബത്തിൽ വലിയൊരു നാണക്കേടാണ്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. അപ്പൊ വീട്ടിലെല്ലാരും പറഞ്ഞു, വേണമെങ്കിൽ പ്രാർത്ഥനയ്ക്കൊക്കെ പൊക്കോ, പക്ഷെ സ്നാനപ്പെടേണ്ട, അത് നമുക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്ന ഒരു ഇതല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഹൃദയത്തില് ഈ സിസ്റ്റർ അഞ്ജലി പോണ്ട് ടെസ്റ്റ് മണിയൊക്കെ ഞാൻ അങ്ങനെ കേൾക്കും, സിസ്റ്റർ അഞ്ജലി പോണ്ട് ശുശ്രൂഷ. ഇപ്പൊ എന്റെ ഹൃദയത്തിൽ ഭയങ്കര ആഗ്രഹം, അതുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ ഇങ്ങനെ എനിക്ക് സ്നാനപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി. ഞാൻ കർത്താവ് എനിക്ക് സ്നാനപ്പെടണം പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അതിനു മുമ്പ് വീട്ടിലെല്ലാവരും അന്യഭാഷ പറയുമ്പോൾ എന്റെ ബ്രദറും അവർ ഫാമിലിയൊക്കെ അന്യഭാഷ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, ഈ അന്യഭാഷ പറയണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ അന്യഭാഷ അഭിഷേകം പ്രാപിച്ചത്, അന്യഭാഷ എനിക്ക് ലഭിച്ചതും വലിയ ക്രൂസൈഡുകളിലോ കൺവെൻഷനുകളിലോ അല്ലെങ്കിൽ ചർച്ചില് 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ നടന്ന ടൈമിലോ ഒന്നുമല്ല. എന്റെ ഭവനത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് മുഴങ്കാൽ മടക്കി മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്ന ടൈമിലാണ് എനിക്ക് അന്യഭാഷ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്, അഭിഷേകം പ്രാപിച്ചത്. ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് അന്യഭാഷ ലഭിച്ചു, അഭിഷേകം പ്രാപിച്ചു കർത്താവിന്റെ കൃപയെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ടൈമില് ഞങ്ങൾക്ക് പോലും ആരാധന നിർത്തുവാൻ കഴിയാത്ത രീതിയിൽ വലിയൊരു ദൈവ സാന്നിധ്യം, വലിയൊരു ആത്മ സാന്നിധ്യം, ദൈവത്തിന്റെ വലിയൊരു മഹത്വം ഇറങ്ങി വരുന്നത് ആയിട്ട് ഫീൽ ചെയ്തു. ഞങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പൊ ഞാനും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഭാഷ അങ്ങ് മാറാൻ തുടങ്ങി, എന്റെ സൗണ്ട് ഒക്കെ ഉയരാൻ തുടങ്ങി. ഞാൻ വേറൊരു ആള് മാറിയ ഒരു രീതിയിലായിപ്പോയി. കാരണം നമ്മൾ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആള് മാറിയവനെ പോലെ ആകുമല്ലോ, മറ്റുള്ളവർക്ക് നമ്മളൊരു ആശ്ചര്യമാകുമെന്ന് പറയുന്നത് പോലെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി, ഞാൻ ഈ അന്യഭാഷയൊക്കെ പറയുന്നത് കേട്ടിട്ട്. അപ്പൊ അങ്ങനെ അന്യഭാഷ ലഭിച്ചു. പിന്നെ സ്നാനപ്പെടണം എന്നുള്ള ആഗ്രഹം. പിന്നെ നമ്മുടെ ദേവദാസന്മാര് എല്ലാ ദിവസവും നമ്മുടെ ഭവനത്തിൽ വരുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് വചനങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ നമ്മുടെ ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ദേവദാസൻ പറഞ്ഞു, മോളെ നിന്റെ കർത്താവ് വിളിച്ചിറക്കിയിരിക്കുന്നത് വലിയൊരു പദ്ധതിയുണ്ട് നിന്റെ മേൽ.
നിന്റെ കുടുംബം നീ മൂലമാണ് വിടുവിക്കപ്പെടുന്നത്. നീ കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നിന്റെ കുടുംബം വിടുവിക്കപ്പെടും. അനേകർ എന്താ നിന്നിലൂടെ യേശുവിനെ അറിയും. അപ്പൊ അങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ ദേവദാസൻ പറഞ്ഞു, ഇവിടെ തന്നെ ഭവനത്തിൽ തന്നെ സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഒരു ബ്രദറിന്റെ ഹൗസ് വാമിംഗ് കൂടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഹൗസ് വാമിങ്ങും എന്റെ സ്നാനവും കൂടി ഒരുമിച്ചാണ് നടന്നത്. എന്റെ സ്നാനം നടന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഭവനത്തിൽ തന്നെ ഒരു സ്നാനക്കുളം ഉണ്ടാക്കി. ഇപ്പോഴും ആ സ്നാനക്കുളം ഉണ്ട്. ആ സ്നാനക്കുളം ഉണ്ടാക്കി അതായത് സ്നാനപ്പെടാനായിട്ട് സമ്മതിക്കില്ല എന്ന് നമ്മുടെ ഭവനത്തിലുള്ളവർ പറഞ്ഞു, എന്റെ ബന്ധുക്കള് പറഞ്ഞു, പിന്നെ വീട്ടിലുള്ള അയൽവാസികളൊക്കെ എതിർപ്പായിരുന്നു. പിന്നെ നമ്മുടെ ചർച്ചിലുള്ള എല്ലാവരും എന്താ എല്ലാവരുടെ ഫ്രണ്ടിൽ വെച്ച് എന്റെ ബന്ധുക്കാരുടെയും അയൽവാസികളുടെയും എന്റെ ചർച്ചിലുള്ള കൂട്ടുവിശ്വാസികളുടെയും പാസ്റ്റർമാരുടെയും എന്റെ കൂടെ ഡെൻകെയർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്റെ ഫ്രണ്ട്സിന്റെയും അവരുടെ ഫ്രണ്ടിൽ വെച്ച് കർത്താവിനെ ജലത്തിൽ സ്വീകരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു കൃപയാൽ. ഹല്ലേലൂയ. പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം എന്റെ സ്നാനം എന്നൊക്കെ പറഞ്ഞ ഒരു കല്യാണം പോലെയായിരുന്നു. ഞാൻ സ്നാനപ്പെട്ടു, ഭയങ്കര സന്തോഷം. സ്നാനപ്പെട്ട് പിറ്റേ ദിവസം ഞാൻ എന്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയി ഞാൻ എല്ലാവർക്കും ലഡു കൊടുക്കുന്നു, മിഠായി കൊടുക്കുന്നു, ഭയങ്കര സന്തോഷം. ഞാൻ സ്നാനപ്പെട്ടു കേട്ടോ, കർത്താവിനെ സ്വീകരിച്ചു കേട്ടോ. അപ്പൊ അവർക്കൊന്നും അറിയത്തില്ല ഈ സ്നാനം എന്താന്ന്. അപ്പൊ അവരൊക്കെ സ്നാനം അതെന്താ? ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും എന്നെ പോലെ സ്നാനം എങ്ങനെയാണ്. അപ്പൊ അവര് ചോദിക്കും, അപ്പൊ അറിയത്തില്ല അവർക്കൊന്നും. അപ്പൊ അവര് ചോദിക്കണേ, ഈ വെള്ളത്തില് മുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതാണോ? അവരങ്ങനെ ചോദിക്കണം, അവർക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞേ, ശ്വാസം മുട്ടിച്ച് കൊല്ലത്തൊന്നുമില്ല. അത് നമ്മൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീൽ, ഒരു ഭയങ്കര സന്തോഷം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ. പക്ഷെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദേവദാസനോട് കാര്യം പറഞ്ഞു, മോളെ നിന്റെ ലൈഫില് ഇന്ന് മുതല് പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ വരും, പക്ഷെ അത് സഹിക്കാനുള്ള കൃപ കൂടി കർത്താവ് നിനക്ക് നൽകുമെന്ന് പറഞ്ഞായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ കർത്താവിന്റെ കൃപയാൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് സ്നാനപ്പെടുവാൻ എല്ലാ ദൈവവും എന്നെ അനുവദിച്ചു. പിന്നെ ഇപ്പൊ ഞാന് ഡെൻകെയറിൽ നിന്ന് ജോലി റിസൈൻ ചെയ്തൊക്കെ ഇരിക്കുകയാണ്. ജോലി റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ ഒരു 6 മാസത്തോളമായി ഞാന് പുറത്തേക്ക് പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് കുവൈറ്റിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ പക്ഷെ ഇപ്പൊ ഇങ്ങനെ കുറച്ച് നാളെ ഇരിക്കണ ഈ ഒരു ടൈമിൽ ദൈവം എന്നെ വെറുതെ ഇരിക്കാനായിട്ട് അനുവദിച്ചിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ഇപ്പൊ വേറൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇതിൽ ജോയിൻ ആയത്. ഇനിയിപ്പം നാളെ വേറൊരു മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ ഫുൾ ടൈം ശരിക്കും ഇപ്പൊ ഈ ഇരിക്കുന്ന ഈ ഒരു 6 മാസം കൊണ്ട് കർത്താവ് എന്നെ ശരിക്കും മിനിസ്ട്രി എന്താന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ശുശ്രൂഷ വേല എന്താന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഒരുപാട് പേര് ചോദിക്കും, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എങ്ങനെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ? പക്ഷെ ഞാൻ പറയുന്ന ദൈവം എന്നെ അത്യന്തപരമായ കർത്താവിനെ വഴി നടത്തുന്നു. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായ കർത്താവ് നമ്മളെ വഴി നടത്തും. പക്ഷെ ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുക. ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നാൽ, കർത്താവിനോട് ചേർന്ന് നിന്നാൽ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അത്യന്തപരമായി കർത്താവ് നമ്മളെ വഴി നടത്തും. പിന്നെ എനിക്ക് വിശ്വാസ ജീവിതം എന്താന്ന് ഞാൻ ഈ ഒരു 6 മാസം ഇരുന്ന ഈ ഒരു ടൈമിലാട്ടോ വിശ്വാസ ജീവിതം എന്താന്ന് ശരിക്കും ഞാൻ രുചിച്ചറിയുന്നത്. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹം എല്ലാം കർത്താവിൽ നിന്ന് ചോദിച്ച് മേടിക്കണമെന്ന്. അപ്പൊ അങ്ങനെ ഈ ഇപ്പൊ ഇരിക്കുന്ന ഒരു ടൈമിൽ എല്ലാവരും ചോദിക്കും, എങ്ങനെ ജീവിക്കും, ഇങ്ങനെ വെറുതെ ഇരുന്നാ മതിയോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അപ്പോഴും ഞാൻ പറയും, ഇല്ല, കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറക്കും. കാരണം ദൈവമാണ് എന്നെ അവിടെ നിന്ന് കർത്താവ് എന്നെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മേൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. എന്റെ ഭാവിയെ പറ്റി ഒരിക്കലും എനിക്ക് ടെൻഷൻ ഇല്ല. കാരണം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ നീ ജീവിക്കണേന്ന്, എപ്പോഴും ഈ ഫുൾ ടൈം മിനിസ്ട്രിയിൽ നിന്ന് എങ്ങനെ ജീവിക്കുന്നു. പക്ഷെ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, ഞാൻ ആരുടെ മകളാണെന്ന് അറിയാമോ? എന്റെ റേഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാണ്. ഈ ഭൂമിയിലെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ മുകേഷ് അംബാനി ആയിരിക്കും, അനിൽ അംബാനി ആയിരിക്കും ലോകപരമായി നോക്കുമ്പോൾ. പക്ഷെ ഈ മുകേഷ് അംബാനിയും അനിൽ അംബാനിയും ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഈ ലോകം സൃഷ്ടിച്ചവൻ ആരാണ്? നമ്മുടെ യേശു കർത്താവാണ്. അപ്പൊ ആ യേശു കർത്താവിന്റെ മകനും മകളുമാണ് നമ്മൾ ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. അപ്പം നിങ്ങളോട് ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻ വരുമായിരിക്കും, നിങ്ങൾ ഈ മിനിസ്ട്രിയിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന്. പക്ഷെ അവരുടെ അടുത്ത് ഈ ഒരു കാര്യം പറയും. ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, യഹോവരെ കർത്താവ് വഴി നടത്തുന്നേ, കർത്താവ് സഹായിക്കുന്നേ, ഞാൻ എന്തിനും ടെൻഷൻ അടിക്കുന്നേ? എന്റെ ഞാൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാ ഞാൻ. കാരണം പിന്നെ ഞാൻ പറയുന്നേ, ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ പറയും, ആരെങ്കിലും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, യേശുപ്പന്റെ ഏറ്റവും ഇളയ മകളാ ഞാൻ. കാരണം ഈ ഇളയ മക്കളോട് ഈ അപ്പന്മാർക്ക് ഒരു പ്രത്യേക ഒരു സ്നേഹം ഉണ്ടല്ലോ.
അത് വീട്ടിലാണെങ്കിൽ ഇളയ കുട്ടികളോട് ഒരു പ്രത്യേക ഒരു വാത്സല്യവും സ്നേഹമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ യേശുവിന്റെ ഏറ്റവും ഇളയ മകളാണ് ഞാൻ. അപ്പൊ എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ കർത്താവ് അതിന്റെ മേൽ പ്രവർത്തിക്കും. ഇപ്പോഴും കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എന്റെ ലൈഫിൽ, ഇനിയും ഒരുപാട് ടെസ്റ്റ് മണികൾ, ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ എന്റെ ടെസ്റ്റ് മണി ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി എനിക്ക് ഇതുപോലെ ഒരു അവസരം നൽകിയ ആന്റിയോടും കുടുംബത്തിനോടും ഉള്ള നന്ദി ഞാൻ സ്നേഹത്തിൽ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും എന്റെ ടെസ്റ്റ് മണി വളരെ അനുഗ്രഹമായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമ്മൾ ഇത്രയും നല്ല ഒരു ടെസ്റ്റ് മണി കേൾക്കാനിടയായി കർത്താവിന് നന്ദി പറയുന്നു. ആൻഡ് ചേച്ചി ഇനിയും കുറേ വേല സ്ഥലത്ത് ഉപയോഗിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇതിൽ കൂടെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. വൺ ഓഫ് ദ തിങ് വിച്ച് ഐ നോട്ടഡ് വാസ്, നമ്മൾ എത്ര ഡയറക്ഷൻ വിട്ടു പോയാലും അല്ലെങ്കിൽ എത്ര വരിത്തിരിവിൽ കൂടി പോയാലും കർത്താവ്, ഇഫ് യു ആർ ചോസൻ, നമ്മളെ കർത്താവ് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് എങ്ങനെയെങ്കിലും നമ്മളെ ആ കറക്റ്റ് ഡയറക്ഷനിലോട്ട് തീർച്ചയായിട്ടും കൊണ്ടുവരും. റീഡയറക്റ്റ് നമ്മളെ തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ ഐ ഹോപ്പ് ഇത് ഒരാൾക്കെങ്കിലും കർത്താവ് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് നമുക്ക് ഏറ്റെടുക്കാനുള്ളതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലാസ്റ്റ് പ്രേയറിനായിട്ട് ഡാനച്ചൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. Hallelujah, hallelujah. Lord, we thank you for this wonderful day which you have given us, Lord. Lord, thank you, Father, for all the wonderful message and testimony which we have heard from you, Father, Lord, Father. Lord, help us, oh Father, for whatever we have heard, oh Father, Lord, to keep it in practice in our life, oh Father, Lord. Help us, oh Father, Lord, to walk in your path all day long, oh Father, Lord. Help us, oh Father, Lord, to pay attention to your word, oh Father, Lord, and to do what you say, oh Father, because whoever obeys your commandments, oh Father, they are your mothers and sisters, or brothers and sisters, oh Father, Lord. Lord, help us, oh Father, Lord, to obey your commandments and follow you, oh Father, Lord, so that we can grow in a deeper relationship with you, oh Father, Lord. We submit and surrender everyone into your hands, oh Lord. In the name of Jesus Christ, we pray. Amen, amen, amen. God bless you all. Thank you all for joining.